വയനാട്ടിൽ പട്ടാപ്പകൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പുലിക്കെന്തോന്ന് രാത്രിയും പകലും. കൽപ്പറ്റയ്ക്കടുത്ത് പെരുന്തട്ടയിലാണ് പുലിയെ കണ്ടത്. ഇന്നലെ വൈകിട്ട് പെരുന്തട്ടയിലെ പാറപ്പുറത്തെത്തിയ പുലിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത്. ആ പാറയുടെ പുറത്ത് പുലി നടക്കുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ എടുത്തവൻ്റെ ഉള്ളൊന്ന് ആളി കാണും. 1 മണിക്കൂറോളം പുലി പാറപ്പുറത്ത് നിലയുറപ്പിച്ചു. ഇതിനിടെ പ്രദേശവാസിയുടെ പശുക്കിടാവിനെ ആക്രമിക്കുകയും പശുവിനെ കൊന്ന് തിന്നുകയും ചെയ്തു. സ്ഥലത്ത് വനംവകുപ്പ് എത്തി പരിശോധന നടത്തി. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പാറപ്പുറത്തുകൂടി പുലി നടക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമായി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സ്ഥലം വയനാട്ടിൽ പെരുന്തട്ടയിലെ പാറപ്പുറത്താണ് പുലി ഇങ്ങനെ മേഞ്ഞു നടക്കുന്ന കാഴ്ച പ്രേക്ഷകർ കാണുന്നത്. കൽപ്പറ്റയ്ക്കടുത്താണ് പുലി ഇറങ്ങി വന്നത്. ഒരു പശുവിനെ പുലി ശാപ്പിട്ടു, ആക്രമിച്ചു. ഇത് ദൂരെ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ്, പക്ഷേ എങ്കിലും നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തവുമാണ്. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി എന്ന വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. നമുക്കൊപ്പം ദീപക് മോഹനുണ്ട്. പട്ടാപ്പകലാണ് ഈ ദൃശ്യം. ആ ദൃശ്യം അവിടെയുള്ള ഒരു പ്രേക്ഷകൻ പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പെരുന്തട്ടയിൽ, കൽപ്പറ്റയ്ക്കടുത്ത് പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാറയുടെ പുറത്താണ് ഈ പുലിയെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പിന്നീട് ഈ പുലി അവിടെ ഒരു ജനവാസ മേഖലയിൽ ഒരു പ്രദേശവാസിയുടെ വീട്ടിലേക്ക് പോയിട്ടൊരു പശുക്കിടാവിനെ ആക്രമിച്ചു, അതിനെ കൊന്നു തിന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വനംവകുപ്പ് എത്തി ഇപ്പോൾ പരിശോധന നടത്തിയിട്ടുണ്ട്. വീണ്ടും വയനാട്ടിൽ ഭീതി പടർത്തുകയാണ് വന്യമൃഗങ്ങൾ. പുലിയുടെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ദീപക് മോഹൻ ചേരുന്നു. ദീപക് മോഹൻ, ഇന്നലെ ഉച്ചയോടുകൂടിയാണോ ഈ പുലി ഇറങ്ങിയത്? ഈ പശുക്കിടാവിനെ ആക്രമിച്ചതിന് ശേഷം പുലി മടങ്ങിപ്പോയോ? വനംവകുപ്പ് എത്തി എന്താണ് ഈ പ്രദേശവാസികളോട് പറയുന്നത്? അല്പം ഭീതിയിലാണോ പ്രദേശവാസികൾ? അരുൺകുമാർ, പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. നേരത്തെ ഈ മേഖലയിൽ നിന്ന് 3 പുള്ളിപ്പുലികളെയും ഒരു കരിമ്പുലിയെയും വനംവകുപ്പ് കൂടുവെച്ച് അന്ന് പിടികൂടിയിരുന്നു. ഇന്നലെയാണ് ഈ കൽപ്പറ്റ പെരുന്തട്ടയ്ക്ക് അടുത്ത് 2 കന്നുകാലികളെ പുലി ആക്രമിച്ച് ഒരു കന്നുകാലികളെ ഒന്നിനെ കൊല്ലുകയും മറ്റൊന്നിനെ പരിക്കേൽക്കുകയും ചെയ്തു. മേയാൻ വിട്ട ഒരു പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചത്. കൽപ്പറ്റ പെരുന്തട്ടയ്ക്ക് സമീപം ജനവാസ മേഖലയിലാണ് പുലി ഇറങ്ങിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടുകൂടി പ്രദേശവാസികൾ കാണുകയായിരുന്നു. ഈ പെരുന്തട്ടയ്ക്ക് സമീപമുള്ള ഈ തേയിലത്തോട്ട സമീപത്തെ വലിയ പാറപ്പുറത്ത് 1 മണിക്കൂറിലേറെ പുലി ചിലവഴിച്ച ദൃശ്യങ്ങൾ അവിടുത്തെ ഒരു പ്രദേശവാസി പകർത്തിയ ദൃശ്യമാണിത്. സ്ഥിരമായി ഈ മേഖലയിൽ പുലികൾ ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല, ഈ ജനവാസ മേഖലയിൽ ഇപ്പോൾ പുലി എത്തി ഈ വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നത് ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. അതിനെ തുടർന്ന് നാട്ടുകാർ വലിയ ഭീതിയിൽ തന്നെയാണ്. ഇന്നലെ വനംവകുപ്പ് ജീവനക്കാർ ഈ സ്ഥലത്ത് എത്തിയിരുന്നു. ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുവെച്ച് പുലിയെ പിടികൂടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. എന്നാൽ വനംവകുപ്പ് ഇന്നലെ ഈ മേഖലയിൽ എത്തി പരിശോധന നടത്തി. വനംവകുപ്പിന്റെ ജീവനക്കാർ ഒപ്പം RRT ടീം അംഗങ്ങളും ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ പുലിയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് അവർ ക്യാമറകൾ സ്ഥാപിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ക്യാമറകൾ മാത്രം സ്ഥാപിച്ചാൽ പോരാ, കൂടുകൾ സ്ഥാപിച്ച് പുലിയെ, ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന പുലിയെ ഉടൻ പിടികൂടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അരുൺ. ഓക്കെ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. പാറയുടെ പുറത്ത് പുലി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാഴ്ച കാണാം. അതിനുശേഷം അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ പുലി എല്ലാ ദിവസവും വീട്ടിൽ കൃത്യമായിട്ട് വന്നിറങ്ങി പോകുന്ന കക്ഷിയാണെന്നാണോ? അങ്ങനെയാണ് പുലി ഇപ്പോൾ പൊതുവെ നടക്കുന്നത്. പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേങ്കിലും നാട്ടുകാർക്ക് വലിയ ഭീതിയാണ്, പ്രദേശവാസികൾ വല്ലാതെ ആശങ്കയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. വനംവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.